7-ാം മാസം ചെറുകുടലിൽ 5 ബ്ലോക്കുമായി ജനിച്ച് വെന്റിലേറ്ററിൽ കഴിഞ്ഞ പ്രതീക്ഷയില്ലെന്ന് ഡോക്ടർമാർ വിധിയെഴുതിയ മകന് ലഭിച്ച അത്ഭുത രോഗസൗഖ്യം വിവരിക്കുകയാണ് വിളക്കന്നൂർ ഇടവകാംഗം കളത്തിൽ സുനിലും അധ്യാപികയായ ഭാര്യ സിന്ധുവും. കുഞ്ഞിനെ കിടത്തിയിരുന്ന വെന്റിലേറ്ററിൽ തിരുമുഖം പതിഞ്ഞ തിരുവോസ്തിയുടെ ചിത്രം വച്ചാണ് സുനിലും കുടുംബവും പ്രാർത്ഥിച്ചത്. എൻ്റെ പേര് സുനിൽ, ഞാൻ വിളക്കന്നൂർ ഇടവക്കാരനാണ്. ഇത് മോന്, ഇത് വൈഫ്, ഇവിടെ ടീച്ചറാണ്. ഞാൻ ഈ പറയുന്ന സാക്ഷ്യം എൻ്റെ മകൻ ഇമ്മാനുവേൽ ദിവ്യകാരുണ്യ ഈശോയുടെ ജീവിക്കുന്ന ഒരു സാക്ഷ്യമാണ്. അത് പറയാൻ വേണ്ടിയിട്ടാണ്. ഇവൻ ജനിക്കുന്ന സമയത്ത് ഇവൻ പ്രീമച്യോർഡായിട്ടാണ് ജനിച്ചത്. 7-ാം മാസം ജനിച്ചതാണ്. ജനിച്ചു കഴിഞ്ഞ് പിറ്റേ ദിവസം ഫീഡിങ് കഴിഞ്ഞപ്പോൾ വോമിറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പം എന്താണെന്നറിയില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്കൊന്ന് ചെക്ക് ചെയ്യാൻ നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നോക്കിയപ്പം ഉള്ളിലെന്തോ ഒരു പ്രശ്നം കാണുന്നുണ്ട്, നിങ്ങൾ നല്ലൊരു ഹോസ്പിറ്റലിലേക്ക് പൊക്കോളാൻ പറഞ്ഞു. ഞങ്ങൾ അത് പ്രകാരം വേറൊരു നല്ല ഹോസ്പിറ്റലിലേക്ക് പോയി. അവിടെ ചെന്ന് സ്കാൻ ചെയ്ത സമയത്ത് ചെറുകുടലിനകത്ത് ബ്ലോക്ക് ഉണ്ടെന്നാണ് അറിഞ്ഞത്. ഒരു ബ്ലോക്കല്ല, 5 ബ്ലോക്കുണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് ചെയ്യാനുള്ളതാകെ ഇതിന് സർജറി മാത്രമേ ഉള്ളൂ, സർജറി ഇല്ലാതെ വേറെ വഴിയില്ല, സർജറി ചെയ്യാം എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം സർജറി, ഓപ്പൺ സർജറി ചെയ്തു. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഞങ്ങൾ 1ഉം 2ഉം ഒക്കെ കണ്ടിട്ടുള്ളൂ, ഇത് 5 എണ്ണം ഉണ്ട്, അതുകൊണ്ട് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല, നമുക്ക് ഏതെങ്കിലും ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞ് സർജറി ചെയ്തു. സർജറി കുഴപ്പമില്ല, വിജയകരമായിരുന്നു. ഡോക്ടർ പറഞ്ഞത് ഇതിന് റിസൾട്ട് കിട്ടണമെങ്കിൽ മിനിമം 10 ഡേയ്സേലും എടുക്കും, എന്താണ് അതിൻ്റെ റിസൾട്ട് എന്നറിയാൻ, അതുകൊണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ പല ദിവസങ്ങൾ കഴിഞ്ഞു. ഡോക്ടർ എല്ലാ ദിവസവും എന്നെ ICUലേക്ക് വിളിച്ചിട്ട് പറയും പ്രത്യേകിച്ചൊന്നും പറയാനില്ല, ഏതായാലും നമുക്ക് വെയിറ്റ് ചെയ്തേ പറ്റൂ. അങ്ങനെ പല ദിവസങ്ങൾ കഴിഞ്ഞു. അങ്ങനെ 9 ദിവസം 10 ദിവസം കഴിഞ്ഞു. അപ്പോൾ ഡോക്ടർ എന്നെ ഒരു ദിവസം വിളിച്ചിട്ട് 10ാമത്തെ ദിവസം വിളിച്ചിട്ട് പറഞ്ഞു പ്രത്യേകിച്ച് ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ട് ഒന്നും കാണുന്നില്ല, ഞങ്ങൾക്ക് ഇനി ചെയ്യാൻ പ്രത്യേകിച്ചൊന്നുമില്ല, നിങ്ങൾ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചെയ്യാം, കുഴപ്പമില്ല, നിങ്ങളുടെ തീരുമാനം പോലെ എന്ന് പറഞ്ഞു. ഞങ്ങളെ കൊണ്ടാവുന്നത് ചെയ്യാനുള്ളതെല്ലാം ചെയ്തു എന്ന് പറഞ്ഞു. സത്യത്തിൽ ഞാൻ ആകെ പരിഭ്രമിച്ചു പോയി. കാരണം ഈ കുഞ്ഞിനെ കൊണ്ട് ഞാൻ എവിടെ പോകാനാണ്. ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഡോക്ടർ തന്നെ നോക്കിയാൽ മതി, എനിക്ക് വിശ്വാസമുണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ശരി, കുഴപ്പമില്ല, പക്ഷേ ഞാൻ വെറും ഡോക്ടർ മാത്രമാണ്, ഞാനൊരു ദൈവമല്ല എന്ന് പറഞ്ഞു. എങ്കിലും ഡോക്ടർ തന്നെ നോക്കി. പല ദിവസങ്ങൾ കഴിഞ്ഞു. അപ്പോൾ ഞാനൊരു ദിവസം എൻ്റെ ഇടവപ്പള്ളി വന്നിട്ട് വികാരിച്ചനെ കണ്ട് വിവരങ്ങളൊക്കെ പറഞ്ഞു. അച്ഛനോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടു. അച്ഛൻ പറഞ്ഞു പ്രാർത്ഥിക്കാം എന്നൊക്കെ പറഞ്ഞ് പുറത്തിറങ്ങിയപ്പം അവിടുത്തെ പള്ളിയിലെ ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു. ആ സിസ്റ്ററിനോട് സംസാരിച്ചു. അപ്പോൾ സിസ്റ്റർ എന്നോട് പറഞ്ഞു ദിവ്യകാരുണ്യ ഈശോയുടെ ഒരു ഫോട്ടോ നീ കൊണ്ടുപോയിട്ട് വെച്ച് പ്രാർത്ഥിക്കുക, ദൈവം കൈവിടില്ല എന്ന് പറഞ്ഞു. അതുപ്രകാരം ഞാൻ പോയി. സിസ്റ്റർ എനിക്കൊരു ഫോട്ടോ തന്നു. ഞാൻ ആ ഫോട്ടോയുമായി വന്ന് ഹോസ്പിറ്റലിൽ ചെന്ന് അത് ICUയിൽ കയറി വെന്റിലേറ്റർ കിടക്കയുടെ അടിയിൽ ഞാൻ വെച്ചു. അത് ഒരു ദിവസം വൈകുന്നേരമാണ്. പിറ്റേ ദിവസം രാവിലെ 6 മണിക്ക് ഡോക്ടർ എന്നെ വിളിച്ചു, ICUയിലേക്ക് വിളിപ്പിച്ചിട്ട് പറഞ്ഞു ഒരു ചെറിയ ഇമ്പ്രൂവ്മെൻറ്റ് കാണുന്നുണ്ട്, നമുക്കേതായാലും നോക്കാം എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം വീണ്ടും രാവിലെ ആയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇന്നലത്തേലും നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്, വ്യത്യാസം കാണുന്നുണ്ട്, നമുക്ക് റിസൾട്ട് കിട്ടിത്തുടങ്ങി, നമുക്കിനി അല്പം ഫീഡിങ് കൊടുത്തു നോക്കാം എന്ന് പറഞ്ഞു. അതിൻ്റെ സെക്കൻഡ് ഡേ ഡോക്ടർ പറഞ്ഞു ഫീഡിങ് കൊടുത്തതിന് റിസൾട്ടുണ്ട്, മോഷൻ പതുക്കെ പോയി തുടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് ഇനി നമുക്ക് പുരോഗതിയുണ്ട്, നമുക്ക് പ്രതീക്ഷയുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കുക, ഞങ്ങളും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, നമ്മളെ കൊണ്ടാവുന്നതൊക്കെ ചെയ്യാം എന്ന രീതിയിൽ വന്നു. അങ്ങനെ ദിവ്യകാരുണ്യ ഈശോയുടെ ഫോട്ടോ വെച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം പിറ്റേ ദിവസം മുതലാണ് ഡോക്ടർമാരെ പോലും അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള റിസൾട്ട് കിട്ടുകയും ഇമ്മാനുവേൽ ഇന്ന് ജീവിക്കുന്ന ദിവ്യകാരുണ്യ ഈശോയുടെ സാക്ഷ്യമായി മാറുകയും ചെയ്തിട്ടുള്ളത്. കുട്ടിയുടെ അസുഖത്തിൻ്റെ പേര് ജെജുനൽ അട്രീഷ്യ എന്നാണ്. അപ്പോൾ ഈ 5 ബ്ലോക്ക് എന്ന് പറയുന്നത് കുട്ടിയെ ചികിത്സിച്ച ഡോക്ടർ ജോസഫ്, ബേബി മെമ്മോറിയലിലെ ജോസഫ് പറഞ്ഞത് അവർ പഠിച്ചപ്പോൾ പോലും 5 ബ്ലോക്കുള്ള കുട്ടി ഇന്ന് വരെ രക്ഷപ്പെട്ടിട്ടില്ല എന്നാണ്. ഇത് വളരെ അത്ഭുതമാണ്. കാരണം 60 ദിവസം അവൻ വെന്റിലേറ്ററിൽ കിടന്നു. അപ്പോൾ 60 ദിവസത്തിന് ശേഷമാണ് പിന്നെ അവൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത്. അങ്ങനെ ഇന്ത്യയിൽ പോലും കേട്ടുകേൾവിയില്ലാത്ത ഒരു
രക്ഷപ്പെടൽ അല്ല ഡോക്ടറിൻ്റെ അഭിപ്രായത്തിൽ മിറക്കിൾ എന്നാണ് ഡോക്ടർ ഇതിനെ വിശേഷിപ്പിച്ചത്. ഈ ഇടവകയിൽ ഞങ്ങൾ വന്നത് 2012 ഈ ദിവ്യകാരുണ്യ അത്ഭുതം നടക്കുന്നത് 2013 അപ്പം ഞങ്ങൾ നേരിട്ട് അന്ന് കുർബാന മധ്യ ഇല്ലെങ്കിൽ പോലും ഞങ്ങൾ പിന്നീട് ഈ അത്ഭുതം നടന്ന ശേഷം ഞങ്ങൾ പള്ളിയിൽ പോവുകയും ദിവ്യകാരുണ്യ ഈശോയെ കാണുകയും പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്തതാണ്. ഞങ്ങൾ കുടുംബമായിട്ട് പോയി പല ദിവസങ്ങളിലും വൈകുന്നേര സമയങ്ങളിൽ ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിൽ ഞങ്ങൾ ഇരുന്ന് കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ച് സന്തോഷത്തോടെ മടങ്ങുന്ന പല ദിവസങ്ങളും ഉണ്ടായിട്ടുണ്ട്. പരിശുദ്ധാത്മാവേ നീയേഴും നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കാൻ. തീർച്ചയായിട്ടും ഇതൊന്നും ഒരിക്കലും ഞങ്ങൾ പ്രതീക്ഷിച്ചല്ല. കാരണം നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയ എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു സംഭവമായിരുന്നു. പക്ഷേ ദിവ്യകാരുണ്യ ഈശോ അത് അത്ഭുതം ഒരൊറ്റ രാത്രി കൊണ്ട് ദൈവം എന്താ പറയുക ജീവിതം തിരിച്ചു തരുന്ന ഒരു അനുഭവമാണ് ഉണ്ടായത്. അപ്പോൾ ദിവ്യകാരുണ്യ ഈശോയോടുള്ള ഭക്തി നമുക്ക് ഓരോ ദിവസവും കൂടുതൽ വർദ്ധിച്ചു വരികയും ഈശോയെ എന്നും കൂടുതൽ കാണണമെന്നുള്ള വലിയ വലിയ ആഗ്രഹം നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. മോളുണ്ടായ ശേഷം 8 വർഷത്തിന് ശേഷമാണ് ഇമ്മാനുവേൽ ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഒരു പ്രതീക്ഷയിലായിരുന്നു ഞങ്ങളിരുന്നത്. പക്ഷേ ഇതിങ്ങനെയൊക്കെ സംഭവിച്ചപ്പോൾ മനസ്സ് വളരെ വിഷമത്തിലായി, വളരെ ബുദ്ധിമുട്ടി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു പ്രതീക്ഷയില്ല എന്നൊക്കെ പറഞ്ഞ ആ സമയത്ത് നമ്മൾ ഒരുപാട് വിഷമിച്ചു. അപ്പോൾ അടുത്തുള്ള ഒരു പള്ളിയിൽ പോയി ഈശോയോട് പ്രാർത്ഥിച്ചു, നൊവേനയിൽ കൂടി. ആ സമയത്ത് ഞങ്ങൾക്കിങ്ങനെ ചിന്തിച്ചു, ഏതാണ്ട് നമുക്ക് വീട്ടുമാമോദീസ കൊടുക്കാം എന്ന ഒരു തീരുമാനം ഉണ്ടായി. അങ്ങനെ ഞങ്ങൾ അടുത്തുള്ള പള്ളിയിൽ ചെന്ന് അച്ഛനോട് സംസാരിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞു വരാമെന്ന് പറഞ്ഞു. അച്ഛൻ ഹോസ്പിറ്റലിൽ വന്ന് ICUവിൽ വന്നിട്ട് വീട്ടുമാമോദീസ നൽകി. അച്ഛൻ ചോദിച്ചു എന്ത് പേര് കൊടുക്കാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ വൈഫ് ഉടനെ പറഞ്ഞു, ഒന്നും ആലോചിക്കാതെ കണ്ണുടച്ച് പറഞ്ഞു ഇമ്മാനുവേൽ, അത് മതി എന്ന് പറഞ്ഞു. എന്താ പറയുക, ആ പേര് ഇന്ന് സത്യമായിരിക്കുകയാണ്. ദൈവം നമ്മോടുകൂടെ വസിക്കുന്നു എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ, ഈശോ നമ്മളോട് വസിക്കുന്നു എന്നതിനുള്ള ഏറ്റവും വലിയ തെളിവായി എന്ന് മാറിയിരിക്കുകയാണ്. അച്ഛൻ വീട്ടു മാമോദീസ കൊടുക്കാൻ വന്നപ്പോൾ എന്താണ് അവന് പേര് കൊടുക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വന്നതാണ് ഇമ്മാനുവേൽ എന്ന പേര്. അങ്ങനെയാണ് അവൻ ഇമ്മാനുവേൽ എന്ന പേര് കൊടുത്തത്. പിന്നെ ആ ദിവസങ്ങൾ ഞങ്ങൾ കഴിച്ചു കൂട്ടിയത് പ്രാർത്ഥനയിലൂടെ മാത്രമായിരുന്നു കഴിച്ചു കൂട്ടിയത്. ഞങ്ങൾ 101 കൊന്തയൊക്കെ ഒരു ദിവസം രാവിലെ തൊട്ട് ഉച്ചവരെ ഇരുന്ന് ചൊല്ലുമായിരുന്നു. എല്ലാ ദിവസവും അങ്ങനെയാണ് കഴിഞ്ഞു പോയിരുന്നത്. അപ്പോൾ പ്രാർത്ഥനയിൽ മാത്രം ആശ്രയിച്ചതുകൊണ്ടാണ് ഞങ്ങളുടെ കുഞ്ഞിനെ തിരിച്ചു കിട്ടിയതെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഹോസ്പിറ്റലിൽ സർജറി കഴിഞ്ഞ് കിടക്കുന്ന സമയത്ത് ഡോക്ടർ ആദ്യം പറഞ്ഞ ഒരു 10 ദിവസം വേണം നമുക്ക് ഫസ്റ്റ് റിസൾട്ട് അറിയാൻ എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവർക്ക് അറിയില്ല. റൂമിൽ ഉള്ള വൈഫിനും മറ്റാർക്കും അറിയില്ല ഡോക്ടർ അവിടെ പറയുന്നത്. അപ്പോൾ ഡോക്ടർ ഓരോ ദിവസം എന്നെ ICUവിലേക്ക് വിളിച്ചിട്ട് സംസാരിക്കുന്നുണ്ട്. രാവിലെ 6 മണിക്ക് ഡോക്ടർ വരും, 6 മണിക്ക് എന്നെ വിളിക്കും, ഞങ്ങൾ സംസാരിക്കും, കാര്യങ്ങൾ സംസാരിക്കും. പക്ഷേ ഈ ഡോക്ടർ സംസാരിക്കുന്ന അത്തരം ഒരു കാര്യങ്ങൾ മീൻസ് എല്ലാം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. അന്ന് നമുക്ക് പ്രതീക്ഷയില്ല, നമ്മളതുകൊണ്ട് പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല, അങ്ങനെയുള്ള പല കാര്യങ്ങളാണ് ഡോക്ടർ സംസാരിക്കുന്നത്. അതൊന്നും ഞാൻ റൂമിൽ വന്നിട്ട് ഇവരോട് ഒരിക്കലും പറഞ്ഞിട്ടില്ല. 10 ദിവസത്തിന് ശേഷം ഈ ഒരു ചെറിയ ഇമ്പ്രൂവ്മെൻറ്റ് തുടങ്ങിയ ശേഷം മാത്രമാണ് ഞാൻ ആ വിവരങ്ങളൊക്കെ ഇവരോട് പറയാൻ തുടങ്ങിയത്. അതുപോലെ തന്നെ ഞാൻ പ്രാർത്ഥിക്കാൻ ഇവിടെ വന്നപ്പോൾ, ദേവാലയത്തിൽ വന്നപ്പോൾ ഇവിടുത്തെ കോൺവെൻറ്റിൽ ഉണ്ടായിരുന്ന ബ്രിജിത്ത് സിസ്റ്ററാണ് എനിക്ക് ദിവ്യകാരുണ്യ ഈശോയുടെ ഒരു ഫോട്ടോ തന്നത്. ആ ഫോട്ടോയാണ് ഹോസ്പിറ്റലിൽ ചെന്ന് അവിടുത്തെ സിസ്റ്റർമാരോട് പറഞ്ഞ് അത് വെൻറ്റിലേറ്ററിൽ വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ ഇടയായത്. സിസ്റ്റർ പറഞ്ഞത് ഈ ഫോട്ടോ ദിവ്യകാരുണ്യ ഈശോയുടെ ഒരു ഫോട്ടോ നീ കൊണ്ടുപോക്കോ, ഈ ഫോട്ടോ വെച്ച് പ്രാർത്ഥിക്ക്, ദിവ്യകാരുണ്യ ഈശോ ഒരിക്കലും കൈവിടില്ല എന്ന് സിസ്റ്റർ പറഞ്ഞ ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ ആ ഫോട്ടോ കൊണ്ടുവന്നത്. മാറ്റം ഉണ്ടായ ശേഷം ഡോക്ടറോട് പ്രത്യേകിച്ച് ഇതിങ്ങനെ വെച്ച് പ്രാർത്ഥിച്ചു എന്നൊന്നും പറഞ്ഞില്ല. ഡോക്ടർ പറഞ്ഞു ഇതൊരു അത്ഭുതം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. കാരണം എനിക്കൊരു പ്രതീക്ഷയില്ലാത്ത കേസാണ് ആയിരുന്നു ഇത്. പക്ഷേ ഇന്ന് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഒരു അത്ഭുതം സംഭവിച്ചിരിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയായിരിക്കും, നിങ്ങൾ ഏത് ദൈവത്തിലാണ് വിശ്വസിക്കുന്നത് എന്ന് ചോദിച്ചു ഡോക്ടർ. അപ്പം ഞാൻ പറഞ്ഞു ഞങ്ങൾ വിശ്വസിക്കുന്ന ദൈവം ഒരിക്കലും കൈവിടില്ല, അതാണ് ഞങ്ങളുടെ വിശ്വാസം എന്ന് ഞാൻ പറഞ്ഞു. ഹോസ്പിറ്റലിലുണ്ടായ എല്ലാ സംഭവങ്ങളും അന്ന് വരെ ഉണ്ടായ എല്ലാ കാര്യങ്ങളും കുറച്ച് കാലത്തിന് ശേഷമാണ് വന്ന് പറഞ്ഞത്. ഈ സംഭവം ഉണ്ടായ എല്ലാ കാര്യങ്ങളും അത്ഭുതം നടന്നതും എന്തൊക്കെ സംഭവിച്ചു എന്നുള്ള കാര്യങ്ങളെല്ലാം പരസ്യമായിട്ട് ദേവാലയത്തിൽ സാക്ഷ്യമായിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ദിവ്യകാരുണ്യ ഈശോ അത് എന്താ പറയുക, അത് സത്യമാണെന്ന് എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു.
എന്നെങ്കിലും അത് തിരിച്ചു വരും, കൂടുതൽ ശക്തിയോടെ ലോകം മുഴുവൻ അറിയുന്ന രീതിയിൽ അത് തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു. അത് ഇന്ന് ഏകദേശം നിറവേറുകയാണ്. ഈശോയുടെ തിരുമുഖം തെളിഞ്ഞ ഈ സംഭവം ഇവിടെ ഉണ്ടായതിനു ശേഷം ഓരോ കുർബാനയിലും പങ്കെടുക്കുവാനുള്ള, അത് ഓരോ കുർബാനയിലും ഈശോയുടെ സാന്നിധ്യം കൂടുതൽ അനുഭവിച്ച്, കൂടുതൽ പ്രാർത്ഥിച്ച്, കൂടുതൽ തീഷ്ണതയോടെ ആയിരിക്കാനുള്ള ഒരുപാട് പ്രചോദനം ഈ സംഭവത്തിലൂടെ നമുക്ക് കുടുംബത്തിന് ലഭിച്ചിട്ടുണ്ട്. അതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ, സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ, അന്ധകാരമിരിപ്പു മാറ്റിടും ചന്തമേറുന്ന ദീപമേ, കേഴുവാത്മാവിലാശ വീശുന്ന മോഹന ദിവ്യഗാനമേ, പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ.